ദൈവവിശ്വാസത്തിന് അസ്ഥിവാരം അത് പുറത്ത് കാണുന്നില്ല. അതൊന്ന് ദർശനമാണ്, രണ്ട് മാനവിക ബോധമാണ്. ഈ ദർശനങ്ങളെക്കുറിച്ചും മാനവിക ബോധത്തെക്കുറിച്ചും ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് അമ്പലങ്ങളിൽ പ്രസംഗിക്കാൻ വരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുകയും ഭക്തന്മാർക്ക് പിന്നെ സ്പെഷ്യൽ ഭക്തി ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ നിങ്ങൾക്ക് മോക്ഷത്തിലെത്തുകയും ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല. ഞാനിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നത്, നമ്മൾ കോടാനുകോടി മനുഷ്യർ കുംഭമേളയിൽ പോയിട്ട് നീരാട്ട് നടത്തുന്നു, കോടാനുകോടി മനുഷ്യർ ശബരിമലയിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നു, തിരുപ്പതിയിൽ പോകുന്നു, ഗുരുവായൂരിൽ പോകുന്നു, മൂകാംബികയിൽ പോകുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു, ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ഉപരിപ്ലവമാവുകയും അതിൻ്റെ ഗുണം സമൂഹത്തിലും നമ്മുടെ വ്യക്തിക്കും അകത്തും പുറത്തും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സങ്കടമാണ് എനിക്കുള്ളത്. അമ്പലവും പ്രാർത്ഥനയും ഉത്സവങ്ങളും വളരുമ്പോൾ വളരേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ചൈതന്യമാണ്. ദൈവത്തിന്റെ ചൈതന്യം എവിടെയാ വളരേണ്ടത്? ഈ ക്ഷേത്രത്തിനകത്ത വിഗ്രഹത്തിൽ മാത്രം ചൈതന്യം വളർന്നതുകൊണ്ട് എന്തു കാര്യമാണ്? ദൈവചൈതന്യം വളരേണ്ടത് ആ ദൈവം ഇരിക്കേണ്ട ഇടങ്ങളിലെല്ലാമാണ്. എവിടെയാണ് ദൈവം ഇരിക്കേണ്ട ഇടം? അമ്പലത്തിൽ മാത്രമാണോ ദൈവം ഇരിക്കേണ്ട ഇടം? അല്ല. ദൈവം ഇരിക്കേണ്ട ഇടം ഭാരത തത്വശാസ്ത്രം പറയുന്നു, അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം പ്രതിമാമപ്രബോധീനാം സർവത്ര സമദർശിനാം.